من زارني متعمدا كان معي في جواري يوم القيامة. നല്ല മനസ്സോടെ നല്ല കൽബോടെ ഒരു ചുമരിന്റെ അപ്പുറത്ത് എൻ്റെ റസൂലുള്ളയുണ്ട് എന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ ആ ചുമരിന്റെ അപ്പുറത്ത് നിന്ന് എൻ്റെ റസൂലുള്ള എന്നെ കാണുന്നുണ്ട് എന്ന പൂർണ്ണമായ ബോധത്തോടെ ഒരാൾ മദീനയിൽ ചെന്ന് ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്താൽ നാളെ മഹ്ശറ വൻസഭയിലെ അവരെൻ്റെ തണലിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഒരുപാട് തവണ ഞങ്ങളെ നീ മദീനയിൽ എത്തിക്കണേ അല്ലാ. മദീനയിൽ അലിഞ്ഞു ചേരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ലോകത്ത് ഏതെങ്കിലും ഒരു മണ്ണ് നമ്മൾ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണ് നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ കൂടുതലായി വസിക്കണമെന്നും അവിടെ കിടന്ന് മരിക്കണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒരേ ഒരു മണ്ണ് മാത്രമാണ്, തുർബത്തുൽ മദീന. അത് മദീനയുടെ മണ്ണാണ്. അല്ലാഹുവേ, ഞങ്ങളെ മദീനയിൽ എത്തിക്കണേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് മദീനയിൽ ചെല്ലാനും മദീനയിൽ വെച്ച് മരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ മദീനയുടെ പേരിട്ടുകൊണ്ടാണ് നമ്മൾ മദനീയം പരിപാടി ആരംഭിച്ചത്. ഹൃദയാന്തരങ്ങളെ മദീനയിലേക്ക് മടങ്ങണോ. ഏറ്റവും വലുത് മുത്തു റസൂലുള്ളാഹി തങ്ങളാവണം. അല്ല കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഹൃദയാന്തരങ്ങളിൽ ഏറ്റവും വലിയ ബഹുമാനവും ഏറ്റവും വലിയ സ്ഥാനവും ഏറ്റവും വലിയ പരിഗണനയും ഹബീബായ തങ്ങളോടായിരിക്കണം. മറ്റുള്ള എല്ലാത്തിനേക്കാളും എപ്പോഴാണോ നിങ്ങൾക്ക് എന്നോട് മഹബത്ത് വർദ്ധിക്കുന്നത്, മഹബത്ത് കൂടുതലാകുന്നത്, അപ്പോഴാണ് നിങ്ങളുടെ ഈമാന് പരിപൂർണമാകുന്നത്. അത് ഏതെങ്കിലും ഒരുത്തന്റെ മുന്നിലോ ആരുടെയെങ്കിലും മുന്നിലോ പണയം വെക്കേണ്ട ഈമാനല്ല. ആ ഈമാന് നമുക്ക് ഏറ്റവും സന്തോഷമായി നമുക്ക് കാഴ്ച വെക്കാനുള്ള നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പരിശുദ്ധമായ പവിത്രമായ ശവ്വാല് മാസമല്ലേ? പവിത്രമായ ശവ്വാലിൽ നമ്മൾ അനുസ്മരിക്കുന്ന ആണ്ട് കഴിക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. നമ്മൾ അനുസ്മരിക്കുന്ന ആണ്ട് കഴിക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. അവരിൽ ഏറ്റവും പുണ്യമേറിയവരാണ് ഉഹദിന്റെ രണാങ്കളങ്ങളിൽ വിശ്രമിക്കുന്ന 70ഓളം വരുന്ന സ്വഹാബ റളിയല്ലാഹു അൻഹും. മാഷാ അല്ലാഹ്, 70 പേരുടെയും പേരിൽ ഒറ്റയൊരു മയ്യത്ത് നിസ്കാരം നിർവഹിച്ചാൽ മതിയാകുമായിരുന്നു. പക്ഷേ ആ മഹാന്മാരുടെ ബഹുമാനവും ആദരവും അവരുടെ മഹത്വവും പരിഗണിച്ചുകൊണ്ട് ഓരോ സ്വഹാബത്തിന്റെ മേലിലും അല്ലാഹുവിന്റെ റസൂല് ജനാസ നിസ്കരിക്കുന്നു. 70 തവണ അവിടുന്ന് ജനാസ നിസ്കരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ മഹത്വമുള്ളവരാണ്. അവരുടെ നേതാവല്ലേ മഹാനായ സയ്യിദുനാ സയ്യിദു ശുഹദാ അമ്മി റസൂലില്ലാഹ്, ബാബു റസൂലില്ലാഹ്, അസദുല്ലാഹ് വഅസദു റസൂലില്ലാഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അവിടുന്ന് എത്രയാണ് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചത്, എത്രയാണ് മഹബ്ബത്ത് വെച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു. ആ അടയാളം എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മാഞ്ഞു പോയില്ല. ഏതായിരുന്നു ആ അടയാളം? അതേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കുന്നതിന് വേണ്ടി
മക്കയിൽ നിന്ന് പുറപ്പെട്ടില്ലേ? വഴിയിൽ വെച്ച് മാനസാന്തരമുണ്ടായില്ലേ? അള്ളാഹുവിന്റെ ദീന് കൊണ്ട് വിശ്വസിച്ചില്ലേ? വരുന്ന വഴിയിലെ സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹിന്റെ പവിത്രമായ താമസിക്കുന്ന വീടിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടി ഉമർ തങ്ങൾ ശ്രമിച്ചപ്പോ ആ ഉമർ തങ്ങളുടെ കയ്യിൽ ഒരു പിടുത്തം പിടിച്ചില്ലേ? ആ പിടുത്തത്തിന്റെ അടയാളം എൻ്റെ ജീവിതകാലം അവസാനം വരെ ഉണ്ടായിരുന്നുവെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്, ഹബീബായ തങ്ങളെ സ്നേഹിച്ചു. ആ സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന മാസമാണ്. അവിടുത്തെ അതേ ഖബറിൽ തന്നെ വേറൊരു മഹാനും കിടക്കുന്നുണ്ട്. ആ മഹാന്റെ പേരാണ് സയ്യിദുനാ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങളെ പോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള സ്വഹാബിയായിരുന്നു. മാഷാ അല്ലാഹ്, മക്കയിൽ ആ സ്വഹാബി പുറത്തിറങ്ങിയാൽ ആ സ്വഹാബിയുടെ മുഖമൊന്ന് കാണാൻ വേണ്ടി മക്കയിലെ സ്ത്രീകളെ ആവേശത്തോടെ കാത്തു നിൽക്കുമായിരുന്നു അത്രേ. ജാഹിലിയ്യ കാലഘട്ടത്തിലെ കഥകളാണ് പറയുന്നത്. അത്രയും കാണാൻ ഭംഗിയുള്ള സൗന്ദര്യമുള്ള മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു, ഹുബ്ബ് വെച്ചു, മഹബ്ബത്ത് വെച്ചു. ജീവിതം മുത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് പകർന്നു നൽകി. എത്രത്തോളം എന്നറിയുമോ? നല്ല പുതിയ വസ്ത്രം ധരിച്ചു നടന്നിരുന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പുതിയ വസ്ത്രം ധരിച്ചാൽ പിറ്റേ ദിവസം അതേ ആ വസ്ത്രം ധരിക്കൂല. കാരണം മക്കയിലെ ഏറ്റവും വലിയ പണക്കാരനാണ് ഉമൈർ. ആ ഉമൈറിന്റെ മകനാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. പക്ഷേ അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നു. മുത്തു റസൂലുള്ളാഹി തങ്ങളിൽ ആകൃഷ്ടനായി. വേണ്ട, എനിക്കൊരു വേറൊരു ജീവിതം വേണ്ട, എനിക്കെന്റെ റസൂലുള്ള മതി. ഉപ്പയെക്കാളും ഉമ്മയെക്കാളും എപ്പോഴാണോ റസൂലുള്ളാഹി തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നത്, അതിന്റെ മകുടോദാഹരണമാണ് സയ്യിദുനാ മുസ്അബ് ഇബ്നു ഉമൈർ. വീട്ടിൽ നിന്ന് വാപ്പ പുറത്താക്കുന്നു, മുസ്അബേ ഇനിയൊരു നിമിഷം പോലും നീ ഇവിടെ നിന്നുകൂടാ, കാരണം നീ മുഹമ്മദിന്റെ മതത്തിൽ അംഗമായിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അതുകൊണ്ട് ഇറങ്ങിക്കോ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുമ്പോ ഉമ്മ വിളിക്കുകയാണ്, മുസ്അബേ ഇട്ടിരിക്കുന്ന വസ്ത്രം ഉപ്പ വാങ്ങിച്ചു തന്ന വസ്ത്രമല്ലടാ, നിനക്കത് ധരിക്കാൻ എന്ത് അവകാശമാണെടാ. അതെ, ആ വസ്ത്രവും അവിടെ അഴിച്ചു വെച്ച് എന്നും പുതിയ വസ്ത്രം ധരിച്ചിരുന്ന സയ്യിദുനാ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആ വസ്ത്രത്തിന് പകരം ഒരു കരിമ്പുതപ്പും പുതച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അല്ലാഹുവിന്റെ റസൂൽ അത് കാണുകയാണ്. മുസ്അബിനെ കണ്ടപ്പോ മുത്തു റസൂലുള്ളാഹിന്റെ കണ്ണിലൂടെ കണ്ണുനീര് വന്നുപോയി. എല്ലാ ദിവസവും പുതിയ വസ്ത്രം ധരിച്ച് വന്നിരുന്ന മുസ്അബേ, ഇസ്ബിർ യാ മുസ്അബ് ഫഇന്ന മൗഇദകുമുൽ ജന്ന. ക്ഷമിക്കണേ മുസ്അബേ, നിങ്ങൾക്കുള്ള വാസസ്ഥലം സ്വർഗ്ഗമാണ്. അങ്ങനെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ 12ഓളം വരുന്ന സംഘത്തെ മദീനയിലേക്ക് പറഞ്ഞയച്ചപ്പോ ആ സംഘത്തിന്റെ നേതാവായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ആ മദീനയിൽ ഇന്നും കാണാം മദ്രസത്തു മുസ്അബ് ഇബ്നു ഉമൈർ. മഹാനവറുകളുടെ പേരിൽ ഒരു മദ്രസ കാണാം. മാഷാ അല്ലാഹ്, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ആദ്യമായി മദീനയിലേക്ക് പോയ സംഘത്തിന്റെ നേതാവല്ലേ. സുബ്ഹാനല്ലാഹ്, ഉഹദ് യുദ്ധം നടക്കുകയാണ്. എന്റെ റസൂലുള്ളാഹിനെ ആരാണ് ആക്രമിക്കാൻ വരുന്നത്? തന്റെ കൂടെ ജീവിച്ച, തന്റെ മക്കയിൽ തന്റെ കുടുംബക്കാരായ സർവ ശത്രുക്കളും പിതാവടക്കമുള്ള സംഘം കൂടെയുണ്ട്. പേടിച്ചില്ല, ഭയന്നില്ല. എന്റെ
റസൂലുള്ളാനെ തൊട്ട് കളിക്കാൻ കഴിയൂല. മുത്തു റസൂലുള്ളാന്റെ പിന്നിലും മുന്നിലും വലതും ഇടത്തുമായി അതാ ഒരു വലിയ ധീരശൂര പരാക്രമിയായി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നിലയുറപ്പിക്കുകയാണ്. ഉഹദിന്റെ രണാങ്കളത്തിൽ വെച്ചുകൊണ്ട് അവസാനം മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്നതിന്റെ ഇടയില് അതാ സയ്യിദുനാ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ വെട്ടേറ്റ് ഉഹദിന്റെ രണാങ്കളത്തിൽ മരണപ്പെട്ട് വീഴുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു വേദനാജനകമായ രംഗമാണ്. ഓ മുഅ്മിനീങ്ങളെ, അപ്പോഴാണ് ഒരു കിംവദന്തി പരന്നത്, മുത്തു റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഒരു കിംവദന്തി പരന്നു. കാരണം അവരുടെ ഈമാനിനെ, അവരുടെ അതേ ആ വലിയ ശൂരതയെ ഇല്ലാതാക്കാനുള്ള വലിയൊരു കിംവദന്തിയാണ്. കാരണം മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ അതേ മുഖഭാവമുള്ള, കാണാൻ ഭംഗിയുള്ള മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴാണ് ആ കിംവദന്തി പരന്നത്. അവസാനം അല്ലാഹുവിന്റെ റസൂല് ഉഹദിൽ വഫാത്തായ സ്വഹാബത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. 70ഓളം സ്വഹാബ ആ രംഗത്ത് വീണ് കിടക്കുന്നു, മരണപ്പെട്ട് കിടക്കുന്നു. എന്തൊക്കെ വലിയ അത്ഭുതങ്ങളാണ്, എത്ര വലിയ മാനുഷികതയുടെ വലിയ പരിഗണനകളാണ് ആ യുദ്ധത്തിലുണ്ടായത്. വെള്ളവുമായി വരികയാണ്. അതാ ദാഹിച്ചു നിൽക്കുന്ന ഒരു സ്വഹാബി മരണത്തെ മുന്നിൽ കണ്ട് കഴിയുമ്പോ എനിക്ക് വെള്ളം വേണ്ട, തൊട്ടപ്പുറത്തെ സ്വഹാബിക്ക് കൊടുക്കൂ. ആ സ്വഹാബിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോ ആ സ്വഹാബി പറയുന്നു, എനിക്ക് വേണ്ട, അപ്പുറത്തെ സ്വഹാബിക്ക് കൊടുക്കൂ. അങ്ങനെ ഓരോരുത്തരും മരണത്തിന്റെ അവസാന ഘട്ടത്തിലും മറ്റുള്ളവരെ പരിഗണിച്ച പാരമ്പര്യമുള്ള ദീനിന്റെ അനുയായികളാണ് നാം. അവസാനം ആദ്യമായ ആളുകളുടെ അടുക്കലേക്ക് എത്തുമ്പോഴേക്കും അവര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കളത്തിലല്ലേ ഒരു സഹോദരി ഓടി വരുന്നില്ലേ? ഉപ്പ മരിച്ചു കിടക്കുന്നു, ഉമ്മ മരിച്ച്, അതേ സഹോദരൻ മരണപ്പെട്ട് കിടക്കുന്നു, സ്വന്തം ഭർത്താവ് മരണപ്പെട്ട് കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഉപ്പയും സഹോദരനും ഭർത്താവും അതുപോലെ അവര് 3 പേരും മരണപ്പെട്ട് കിടക്കുന്ന വാർത്ത അറിഞ്ഞിട്ടും ആ സഹോദരി ചോദിക്കുന്നത്, എന്റെ റസൂലുള്ളാഹി എവിടെ? എന്റെ റസൂലുള്ളാഹി തങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അങ്ങനെ ഹബീബായ തങ്ങളെ ഏറ്റവും സ്നേഹിച്ച് ഇഷ്ടം വെച്ച സ്വഹാബത്തിന്റെ പാരമ്പര്യമാണ് ഓ മുഅ്മിനീങ്ങളെ നമ്മുടെ മുന്നിലുള്ളത്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ജനാസ കൊണ്ടുവരുന്നു. അവിടത്തെ കഫൻ തുണി കൊണ്ടുവരികയാണ്. അതാ തലമറക്കുമ്പോ കാല് മറയുന്നില്ല, കാല് മറയുമ്പോ തലമറയുന്നില്ല. മക്കയിൽ പുതിയ വസ്ത്രവും ധരിച്ച് നടന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയുടെ കഥയാണ് പറയുന്നത്. അല്ലാഹ്, ആ മഹാന്മാരായ സ്വഹാബത്തിനെ ഓർക്കുന്ന മാസമാണ് പരിശുദ്ധമായ ശവ്വാൽ. അല്ലാഹു അവരുടെ മദദ് നമുക്ക് നൽകട്ടെ, അവരുടെ സഹായം നമുക്ക് നൽകട്ടെ. ഈ സ്വഹാബത്തിനെയും ഈ മഹാന്മാരെയുമാണ് നമ്മൾ അനുധാവനം ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരം ആരെയൊക്കെയോ അനുകരിക്കുകയാണ്, ആരെയൊക്കെയോ പിൻപറ്റുകയാണ്, ആരെയൊക്കെയോ ഫോളോ ചെയ്യുകയാണ്, ആരൊക്കെയോ റോൾ മോഡലായി കൊണ്ട് നടക്കുകയാണ്. ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന്റെ ആഘോഷം കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് ഏറ്റവും വേദനിപ്പിച്ചൊരു കാര്യം, ആൺകുട്ടികൾ ആരാണ് പെൺകുട്ടികൾ ആരാണ് എന്ന് തിരിച്ചറിയുന്നില്ല. കാരണം പെൺകുട്ടികളുടെ വസ്ത്രവും ആൺകുട്ടികളുടെ വസ്ത്രം പോലെ ഫാന്റും ഷർട്ടുമായി മാറിയില്ലേ? വാങ്ങിച്ചു കൊടുക്കുന്ന ഉപ്പമാരെ നിങ്ങൾക്ക് നാണമില്ലേ?
നിങ്ങൾക്ക് മര്യാദയില്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്വർഗത്തിലേക്കല്ലേ കൊണ്ടുപോകുന്നത്? നരകത്തിലേക്കാണോ കൊണ്ടുപോകുന്നത്? സുബ്ഹാനല്ലാഹ്. ഇനി അടുത്ത ഒരു പെരുന്നാൾ വരുമ്പോ അതിന്റെ കോലം ഒന്നുകൂടി മാറും. ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ആഖിർ സമാനിന്റെ കാലഘട്ടമാണ്. ശ്രദ്ധിക്കണേ രക്ഷിതാക്കളെ, ഉമ്മമാരെ, നമ്മൾ ഇതിനൊന്നും കൂട്ടുനിൽക്കരുത്, നമ്മൾ ഇതിനൊന്നും നിന്നു കൊടുക്കരുത്. ദീൻ അത് നിലനിർത്താൻ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് കൃത്യമായി നിർവഹിക്കണേ. അല്ലെങ്കിൽ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരുമേ. എൻ്റെ ഉപ്പ വാങ്ങിച്ചു തന്ന വസ്ത്രമാണ്, എൻ്റെ ഉമ്മ വാങ്ങിച്ചു തന്ന വസ്ത്രമാണെന്ന് ആ മക്കള് പറഞ്ഞാൽ നമുക്ക് റബ്ബിന്റെ അടുക്കൽ ഉത്തരമുണ്ടാവുകയില്ല. ശ്രദ്ധിച്ചോ? അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഈമാനെ സംരക്ഷിക്കട്ടെ. ജീവിതം അല്ലാഹുവിനെ സമർപ്പിക്കാനുള്ളതാണ്. കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം. കള്ളുകുടിയേക്കാളും വ്യഭിചാരത്തെക്കാളും അതുപോലെ മറ്റു തോന്നിവാസങ്ങളെക്കാളും വലിയ കുറ്റമാണ്, വൻ പാപമാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നത്. നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. എത്ര വലിയ ആളായാലും നിസ്കാരം കൃത്യമായി നിസ്കരിച്ചോളണം. അഥവാ നിസ്കാരം ഒരാൾക്ക് ഒഴിവായാൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് പുറത്തു കിട്ടണമെങ്കിൽ അയാൾ ഖളാ വീട്ടിയാൽ മാത്രം മതിയാകുമോ? ഇല്ല, ഖളാ വീട്ടിയാൽ മാത്രം മതിയാകൂല. അയാൾ അള്ളാഹുവിന്റെ മുന്നിൽ ഖളാ വീട്ടുന്നതോടൊപ്പം ഖാലിസായ തൗബ ചെയ്ത് മടങ്ങണം. ഇത് മഹാന്മാര് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത്രയും വലിയ ഗൗരവമുള്ള കാര്യമാണ് നിസ്കാരം. അതുകൊണ്ട് രാത്രി നല്ല ശീതീകരിച്ച റൂമില് കിടന്നുറങ്ങാൻ സൗകര്യം തന്ന അള്ളാനെ മറന്ന് നിസ്കാരം ഒഴിവാക്കല്ല. രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, പെങ്ങളെ, അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഞാൻ കൂടുതലായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ഏതാനും സമയങ്ങൾക്കകം ബഹുമാനപ്പെട്ട സയ്യിദ് കൂരക്കുഴി തങ്ങളുപ്പാപ്പ നമ്മുടെ സദസ്സിൽ എത്തിച്ചേരും. ആ സയ്യിദ് അവറുകളുടെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാവരുടെയും ഈ സദസ്സിന്റെ ഏറ്റവും വലിയ മുറാദ്. അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് ഹബ്ബ് വെച്ച് നമ്മുടെ സ്റ്റേജിലും അൽഹംദുലില്ലാഹ് ഒരുപാട് സാദാത്തുക്കളുണ്ട്. എല്ലാവർക്കും നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. മദനിയം കുടുംബം അഹ്ലു ബൈത്തിനെ ഏറെ സ്നേഹിക്കുന്നവരും ഇഷ്ടം വെക്കുന്നവരുമാണ്. കാരണം 150ഓളം വീടുകൾ അഹ്ലു ബൈത്തിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്തു മദനിയം കുടുംബം. അൽഹംദുലില്ലാഹ് ആ വീടുകളിൽ വളരെ മനോഹരമായി താമസിക്കുകയാണ് മദനിയം കുടുംബം. ആ സയ്യിദന്മാരായ പാവപ്പെട്ടവരായ ഒരുപാട് അഹ്ലു ബൈത്തിലെ ആളുകൾ. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. അവരെ സഹായിച്ചവർ ധാരാളം ആളുകൾ എൻ്റെ കയ്യിൽ മോതിരം, ചെയിന്, വളകൾ അങ്ങനെ തുടങ്ങിയ 10,000 ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്ന് അങ്ങനെ അക്കൗണ്ട് മുഖേന അയച്ച് കൃത്യമായി അത് ആ അഹ്ലു ബൈത്തിന് വേണ്ടി ചെലവഴിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവേ, സഹായിച്ച മുഴുവൻ ആളുകളെയും ദുനിയാവിലും ആഖിറത്തിലും നീ സഹായിക്കണേ അല്ലാഹ്. ഞാൻ ഇന്നലെയും അതിന്റെ മിനിഞ്ഞാന്നത്തെ ദിവസവുമെല്ലാം കണ്ണൂർ ഭാഗത്ത് കൂത്തുപറമ്പിലായിരുന്നു. നാളെ മദനിയം പരിപാടി മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് 16-ാം തീയതി നമ്മുടെ മദനിയം ക്യാമ്പസിൽ എല്ലാ മാസവും ഖുതുബിയ്യത്തിന്റെ മജ്ലിസ് നടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ആ മജ്ലിസിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഓരോ ദിവസവും അവിടെ ഓരോരുത്തരും നേർച്ചയാക്കുന്ന ആടിന്റെ എണ്ണം എത്രയാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അനുഭവങ്ങളാണ്. പല വിഷമങ്ങളും വരുമ്പോ അവരാടിനെ നേർച്ച. ഇന്നും ഞാൻ ഇങ്ങോട്ട് വരും, എന്റെ വീട്ടിലേക്ക് ഒരു ഉമ്മ വന്നു. എന്നിട്ട് ഒരാടിന്റെ ക്യാഷ് തന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, സഹിക്കാൻ പറ്റാത്ത നടുവേദനയായിരുന്നു,
ഒരിക്കലും അതിനെ എനിക്ക് ഒരു ചികിത്സിച്ചിട്ട് ഞാൻ മാറിയില്ല. അൽഹംദുലില്ലാഹ്, ഞാൻ ആടിനെ നേർച്ചയാക്കി എൻ്റെ രോഗം മാറി. ആ സന്തോഷം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കയ്യിൽ ആ ഉമ്മ ഒരു 10,000 രൂപ തന്നു, ആടിന് വേണ്ടിയുള്ള സംഖ്യ. അങ്ങനെ ഇൻഷാ അല്ലാഹ് അങ്ങനെ വലിയ ഫലമുള്ള മജ്ലിസാണ് ഖുതുബിയ്യത്തിന്റെ മജ്ലിസ്. അത് ഈ മാസം നമ്മൾ അനുസ്മരിക്കുന്ന മഹാനായ ഖുതുബുൽ ആലം ശൈഖുനാ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുത്തെ മദദ് കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ആ മഹാനവറുകളുടെ പൊരുത്തത്തോടുകൂടെ നമ്മൾ തുടങ്ങിയ മജ്ലിസാണ് ഖുതുബിയ്യത്തിന്റെ മജ്ലിസ്. മടവൂർ ശൈഖുന ജീവിച്ചിരിക്കുന്ന കാലത്ത് 14 വർഷത്തോളം അവിടുന്ന് ചുറ്റി നടന്നു. മഹാനായ ഗൗസുൽ ആലം തങ്ങളെ കുറിച്ച് മുഹയ്യിദ്ദീൻ മാലയിൽ നമ്മൾ കേൾക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മടവൂർ ശൈഖുനയിലും ഫിറ്റാണ്. യാതൊരു സംശയമില്ല. മടവൂർ ശൈഖുനാന്റെ കറാമത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ, മുഹയ്യിദ്ദീൻ മാലയിൽ മഹാനായ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്തെല്ലാം കറാമത്തുകൾ പറയുന്നുണ്ടോ ആ കറാമത്തുകളെല്ലാം മഹാനായ മടവൂർ ശൈഖുനയിലും ഫിറ്റാണ്. ഒന്നും കളയേണ്ടതായിട്ടില്ല. ഓരോന്നും മഹാനവറുകൾ 24 വർഷം ചുറ്റി നടന്നു. മഹാനായ മടവൂർ ശൈഖുന 14 വർഷം ചുറ്റി നടന്നു. ആ ചുറ്റിനടങ്ങളിൽ മഹാനവറുകൾ എത്താത്ത സ്ഥലങ്ങളില്ല, മഹാനവറുകൾ എത്താത്ത ദേശങ്ങളില്ല. ആ യാത്രകൾ ഇങ്ങനെ നടന്ന് മടവൂർ ഉള്ളാളത്തെത്തിയപ്പോഴാണ് മഹാനവറുകളുടെ ശൈഖായ മഹാനായ ശൈഖ് ഫുലിമൊയ്തീൻ സാഹിബ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടെ വഫാത്തിന്റെ ദിവസം മടവൂർ ശൈഖുന അവിടെ എത്തുകയാണ്. ആ ശൈഖുനാന്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് മടവൂർ ശൈഖുനയാക്കിയ മഹാനായ ഫുലിമൊയ്തീൻ സാഹിബ് മഹാനവറുകൾ വഫാത്താകുന്നത് മടവൂർ ശൈഖുനാന്റെ മടിയിൽ തലവെച്ചിട്ടാണ്. മാഷാ അല്ലാഹ്, അങ്ങനെ വലിയ കറാമത്ത് കാണിച്ച മഹാൻ ശൈഖുന ഖുതുബുൽ ആലം സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുന്ന് നേരിട്ട് ഇജാസത്ത് കൊടുത്ത ആ മഹാന്മാരിൽ നമുക്ക് അതിന്റെ സമ്മതം കിട്ടി. അങ്ങനെ നമ്മൾ ആരംഭിച്ച മജ്ലിസാണ് ഖുതുബിയ്യത്തിന്റെ മജ്ലിസ്. ഓരോരുത്തർക്കും അവിടെ വരുന്നവർക്കെല്ലാം വലിയ അത്ഭുതങ്ങളും വലിയ ഫലങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും പള്ളങ്കോടുള്ള നമ്മുടെ ഖുതുബിയ്യത്തിന്റെ മഹത്തായ മദനിയം അക്കാദമിയുടെ ക്യാമ്പസിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മുടെ കൂത്തുപറമ്പ് പരിപാടിക്ക് വേണ്ടി ചെന്നപ്പോൾ അൽഹംദുലില്ലാഹ് അവിടെയൊക്കെയും സ്വാന്തന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളാണ്. മാഷാ അല്ലാഹ്, കഴിഞ്ഞ വർഷം ഞാൻ അവിടെ പോയി 15 ലക്ഷം രൂപ ആ സ്വാന്തന കേന്ദ്രത്തിന് വേണ്ടിയുള്ള സ്ഥലം എടുക്കാനുള്ള ക്യാഷ് അന്നവിടെ ഉണ്ടായി. അൽഹംദുലില്ലാഹ് കൂത്തുപറമ്പിലെ മുതിയങ്ങയിൽ 15 ലക്ഷം രൂപ കിട്ടി. അങ്ങനെ അവരതുകൊണ്ട് അവരെ സ്ഥലമെടുത്തു. അൽഹംദുലില്ലാഹ് ഈ പ്രാവശ്യം പോയപ്പോ അവര് അതിന്റെ പ്ലാനുകളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അൽഹംദുലില്ലാഹ് ആവശ്യമായ കല്ല് കിട്ടി. ഒരുപാട് ആളുകൾ അതിനു വേണ്ടിയുള്ള സംഖ്യകൾ ഏറ്റെടുത്തു, സ്ക്വയർ ഫീറ്റുകൾ ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ് ഇനി അടുത്ത വർഷം സ്വാന്തന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് പോവുക. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്നലെ നമ്മുടെ പാനൂരിനടുത്തുള്ള ഒരു സ്ഥലത്തുള്ള പരിപാടിയായിരുന്നു. അവിടെയും ഒരു സ്വാന്തന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ്. അൽഹംദുലില്ലാഹ് കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വിപ്ലവകരമായ വലിയ പ്രവർത്തനങ്ങളാണ് സ്വാന്തന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓരോ നാടുകളിലും ആ നാടുകളിലെ പാവപ്പെട്ടവരെ കൈപിടിച്ച് അവരെ സ്വാന്തനിപ്പിക്കുകയാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും പ്രവർത്തകർ. അൽഹംദുലില്ലാഹ് ഈ കന്യപ്പാടി കേന്ദ്രീകരിച്ചുകൊണ്ട് SYSന്റെ നേതാക്കളുടെ നേതൃത്വത്തിൽ മുസ്ലിം ജമാഅത്തിന്റെ വലിയ നേതാക്കന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി അൽഹംദുലില്ലാഹ് ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനത്തിന്റെ ഫലമായി എത്രയോ വീടുകളിൽ അവർക്ക് വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സ്വാന്തനമാവുകയാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ. നമുക്കിവിടെ ആരുമായി വാശി പിടിക്കാനോ ആരെയും കൊച്ചാക്കുവാനോ ആരെയും കളിയാക്കുവാനോ ആരുടെയെങ്കിലും കുറവുകളെ പറയുവാനോ നമുക്കിവിടെ സമയമില്ല. നമുക്കുള്ള സമയങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ ദീനിനെ പ്രവർത്തിക്കാനുള്ള സമയമാണ്.
കന്യപ്പാടിയിലെ കേരള മുസ്ലിം ജമാഅത്തിന്റെ SYSന്റെ SSFന്റെ പ്രവർത്തകരെ നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. നമുക്ക് നിരന്തരമായ വർക്കുകൾ ചെയ്യണം. നമ്മുടെ വിശ്രമ കേന്ദ്രമാണ് ഖബറ്. ആ ഖബറിലാണ് നമുക്ക് വിശ്രമിക്കേണ്ടത്. അവിടെ നമുക്ക് സുഖമായി കിടക്കണം. നിങ്ങൾ കൊടുത്ത വീൽ ചെയറുകളും നിങ്ങൾ കൊടുത്ത വാട്ടർ ബെഡുകളും നിങ്ങൾ കൊടുത്ത എയർ ബെഡുകളും നിങ്ങൾ കൊടുത്ത ദീനിനു വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുമെല്ലാം നാളെ ഒറ്റക്ക് ഖബറിൽ കിടക്കുമ്പോ നിങ്ങൾക്ക് തുണയായി ഖബറിൽ ഉണ്ടാകും. അതുകൊണ്ട് ആരെയും ഗീബത്ത് പറയാതെ നമീമത്ത് പറയാതെ ആരുടെയും കുറ്റങ്ങളും കുറവുകളൊന്നും നോക്കാൻ നമുക്ക് സമയമില്ല. നമുക്കതിനൊന്നും നേരമില്ല. നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുണ്ട്. അതുകൊണ്ട് SYSന്റെ നേതൃത്വത്തിൽ, സ്വാന്തനം വിങ്ങിന്റെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് നാടായ നാടുകൾ നീളെ വലിയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ല ഈ കഴിഞ്ഞ റമദാനിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് SYS കാഴ്ചവെച്ചത്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഓരോ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് 5000 രൂപ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഏകദേശം യൂണിറ്റുകളും ആ ടാർഗറ്റ് പൂർത്തിയാക്കി ആ മഹാപ്രവർത്തനത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുകയാണ്. എത്ര പാവപ്പെട്ടവരുടെ കണ്ണുനീരുകളാണ് ഒപ്പുന്നത്, എത്ര ആളുകൾക്കാണ് സ്വാതന്ത്ര്യം നൽകുന്നത്. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, ഒരു ഗ്രൂപ്പിന്റെ വൈജാത്യങ്ങളില്ല, ഒന്നും അവിടെ പരിഗണനയില്ല. അവിടെ ഏക പരിഗണന മനുഷ്യനാണ് എന്ന പരിഗണനയാണ്. പാവപ്പെട്ടവനാണോ, വേദനിക്കുന്നവനാണോ, വിഷമിക്കുന്നവനാണോ, ഒരു വീൽ ചെയർ പോലും വാങ്ങാൻ കഴിയാതെ പാവപ്പെട്ട ജീവിതം നയിക്കുന്നവനാണോ, അവനിക്ക് ആവശ്യം വീൽ ചെയർ ആണെങ്കിൽ ആ വീൽ ചെയർ കൊടുക്കണം. നമ്മുടെ കന്യപ്പാടിയിലെ മഹത്തായ ഈ സ്വാതന്ത്ര്യ കേന്ദ്രത്തിൽ ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഒരു വീൽ ചെയർ പോലും കൊടുക്കാനില്ലാത്ത രൂപത്തിൽ എല്ലാവരും അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഈ പ്രവർത്തകർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. അതുകൊണ്ട് ഇവിടെ 4 വീൽ ചെയറുകൾ ഇപ്പോൾ നൽകാൻ വേണ്ടി പോവുകയാണ്. അൽഹംദുലില്ലാഹ് അതിനുവേണ്ടി സഹായിച്ച മുഴുവൻ ആളുകളെയും ദുനിയാവിലും ആഖിറത്തിലും നീ സഹായിക്കണേ അല്ലാ. ഇത് മാത്രം പോരാ, ഇനി നമുക്ക് ഒരുപാട് ആവശ്യമായ സാധനങ്ങൾ വേണം. വീൽ ചെയർ വേണം, അതുപോലെ തന്നെ ഷുഗർ ടെസ്റ്റിംഗ് മിഷർ വേണം, പ്രഷർ ചെക്കിംഗ് മിഷർ വേണം, അതുപോലെ തന്നെ വാട്ടർ ബെഡ് വേണം, എയർ ബെഡ് വേണം, ഓക്സിജന്റെ മിഷൻ വേണം. കഴിഞ്ഞ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായ ഒരു വിഷയമാണ് ഓക്സിജന്റെ മിഷൻ. പലപ്പോഴായി നമ്മുടെ SYSന്റെ പ്രവർത്തകരെ ഗവൺമെന്റിന്റെ ആളുകൾ പോലും വിളിച്ചു, നിങ്ങളുടെ കയ്യിൽ ഒരു ഓക്സിജൻ മിഷൻ ഉണ്ടോ, ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അൽഹംദുലില്ലാഹ് അങ്ങനെ കേരളത്തിന്റെ എല്ലാ നാടുകളിലും അൽഹംദുലില്ലാഹ് സ്വാതന്ത്ര്യത്തിന്റെ പ്രവർത്തകർ അതിശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ്. അല്ലാഹുവേ, നീ എല്ലാം സ്വീകരിക്കണേ അല്ലാ. ഓക്സിജന്റെ മിഷൻ വേണം, 46,000 രൂപ വേണം. വീൽ ചെയർ വേണം, 6,100 രൂപ ഒന്നിന്. അല്ലാ, വീൽ ചെയർ വിത്ത് 7,600 രൂപ. വാക്കർ വേണം 1,550. അതുപോലെ തന്നെ വാക്കർ ഓർഡിനറി വേണം 700. സ്ട്രക്ചർ വേണം 1,200. വാക്കിംഗ് സ്റ്റിക്ക് വേണം 420. വാട്ടർ ബെഡ് വേണം, അത് 1,550. വാട്ടർ ബെഡ് ഹെവി ടൈപ്പ് വേണം, 1,900. അതുപോലെ തന്നെ എയർ ബെഡ് വേണം 2,650. ശ്വാസയന്ത്രം വേണം 1,600. ആവി കപ്പ് വേണം 350. ഷുഗർ ടെസ്റ്റ്, അതുപോലെ തന്നെ കമ്മോഡ് ചെയർ, സ്റ്റൂള്, അതുപോലെ തന്നെ പ്ലസ് ഓക്സിമീറ്റർ, അതുപോലെ തന്നെ BP, കട്ടില് തുടങ്ങി ലക്ഷക്കണക്കിന് രൂപ വരുന്ന വലിയ ചെലവുകളാണ് ഇതിനൊക്കെ ആവശ്യമായി വരുന്നത്. എന്തേ നമുക്കൊന്ന് കൊടുത്തുകൂടെ, നമുക്കൊന്ന് സഹായിച്ചുകൂടെ, നമുക്കെന്തേ ഒന്ന് കൈപിടിച്ചുകൂടെ, നമുക്കെന്തേ അവർക്കൊന്ന് സ്വാതന്ത്ര്യമായി കൂടെ? മനസ്സിലൊരു നീയത്ത് വെച്ചോ, എനിക്ക് ആ വീൽ ചെയറിന്റെ ആവശ്യമുണ്ടാകരുത്, എനിക്ക് എയർ ബെഡിൽ കിടക്കേണ്ടി വരുന്ന ഘട്ടമുണ്ടാകരുത്, എനിക്ക് ഓക്സിജന്റെ മിഷൻ ആവശ്യമായി വരുന്ന ഒരു സെക്കൻഡ് പോലും മരണത്തിന് മുമ്പ് എനിക്ക് ആവശ്യമായി വരരുത്, എന്നെ കാക്കണേ അല്ലാ എന്ന് പറഞ്ഞ് നമുക്കൊരു വീൽ ചെയർ കൊടുത്തുകൂടെ? ഒരു ഓക്സിജൻ മിഷൻ ആവശ്യമായ പണത്തിലേക്ക് നമുക്കൊരു 50,000
1000-ഓ ഒരു 25,000-ഓ ഒരു 10,000-ഓ നമുക്ക് കൊടുത്തുകൂടെ? അല്ലാഹു തന്ന സമ്പത്ത് അതിനു വേണ്ടിയുള്ളതല്ലേ? നമ്മളൊക്കെ മരിച്ചു പോകാനുള്ളവരാണ്. നല്ല നീയത്തോടുകൂടെ ആരെങ്കിലും ഉണ്ടോ ഒരു ഓക്സിജൻ മിഷൻ എന്റെ വകയാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായ ഒരാള് ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉസ്താദേ ഒരു ഓക്സിജൻ മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ മുന്നോട്ട് വരാൻ പറ്റിയ ഒരാളുണ്ടോ? അല്ലാഹുവേ അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവരെ നീ സഹായിക്കണേ അല്ലാ. അവരെ നീ കബൂൽ ചെയ്യണേ അല്ലാ. ആരാ പറയാ? നല്ല നീയത്തിൽ ആരെങ്കിലും ഒരാളുണ്ടോ? എത്രയാ അതിന്റെ പൈസ പറഞ്ഞത്? ഓക്സിജൻ മിഷന് 46,000 രൂപ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ വക ഒരു ഓക്സിജൻ മിഷൻ ഞാൻ വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ആ മഹാപ്രവർത്തനത്തിന് ഒന്ന് കൂട്ടുനിന്ന് ഈ സദസ്സിൽ നിന്ന് ഏറ്റെടുക്കാൻ പറ്റിയ ഒരാളുണ്ടോ? ബിസ്മില്ലാ. രണ്ടാൾ കൂടി ഏറ്റെടുക്കാൻ പറ്റിയവരാണെങ്കിൽ അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവരെ നീ കബൂൽ ചെയ്യണേ അല്ലാ. അവരെ നീ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കാവലാകണേ റഹ്മാനേ. അൽഹംദുലില്ലാഹ്. ആരാണ് ഒരാൾ പറയാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? നല്ല നീയത്തോടുകൂടെ ആ മഹാസംവിധാനത്തിലേക്ക് ഇനി ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഒരു 10,000 രൂപ അതിലേക്ക് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് നല്ല നീയത്തോടുകൂടെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു തുടക്കം പറയാൻ പറ്റിയ ഒരാളുണ്ടോ? ഇൻഷാ അല്ലാഹ്. ഏതെങ്കിലും ഒരു ഉമ്മയുണ്ടോ, സഹോദരിയുണ്ടോ? അല്ലാഹുവേ അവർക്ക് വേണ്ടിയുള്ളൊരു ദുആയുണ്ട്. അസ്വദഖത്തു റദ്ദുൽ ബലായ. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ കൃത്രിമമായ ഓക്സിജൻ ശരീരത്തിൽ നൽകല്ലേ അല്ലാ. അവർക്ക് നീ നൽകല്ലേ അല്ലാ.